നമസ്കാരം. ഞാൻ ഡോക്ടറിൽ കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ്. കേന്ദ്ര സർക്കാരിന്റെ പ്രതിരോധ മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് BML ലിമിറ്റഡ് എന്നുള്ള. അവിടെ ജൂനിയർ എക്സിക്യൂട്ടീവുമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ് നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജൂനിയർ എക്സിക്യൂട്ടീവിലേക്ക് എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. കേരളത്തിലെ പാലക്കാടും അതുപോലെ മൈസൂർ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലായിരിക്കും വേക്കൻസി ഉള്ള നേരം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകം നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ജൂനിയർ കേരളത്തിലേക്കുള്ള വേക്കൻസിയാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. അത് മാനുഫാക്ചറിംഗ് യൂണിറ്റ് പാലക്കാട് ഉള്ളതാണ്. ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കലിന്റെ 38 ഒഴിവുകളുണ്ട്. 60% മാർക്കോടെ BE അല്ലെങ്കിൽ BTech ബിരുദം ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അതിൽ മെക്കാനിക്കലിന് പകരം പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രി എഞ്ചിനീയറിംഗ്, മെക്കാട്രോണിക്സ്, ഓട്ടോമൊബൈൽ കഴിഞ്ഞവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും. 29 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. അതുപോലെ ഫ്രഷ് ആയിട്ടുള്ളവർക്കും 1 വർഷം മുതൽ 2 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ രണ്ടും പ്രത്യേകം സെലക്ഷൻ ആയിരിക്കും. വോക്ക് ഇൻ ഇന്റർവ്യൂ ആയിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. രണ്ടാമത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ, കേരളത്തിൽ 6 വേക്കൻസി ഉണ്ട്. BE അല്ലെങ്കിൽ BTech 60% മാർക്കോടെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് പോലെയുള്ള ബ്രാഞ്ചിൽ പാസ്സാർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഫ്രഷേഴ്സുള്ളവർക്കും 1 വർഷം മുതൽ 2 വർഷം വരെ പ്രവൃത്തിയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 29 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത കേരളത്തിലേക്ക് പാലക്കാട്ടേക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ് മെറ്റലർജി 3 പോസ്റ്റ് ഉണ്ട്. മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗിലോ മെറ്റീരിയൽ സയൻസ് എഞ്ചിനീയറിംഗിലോ ഉള്ള BTech ബിരുദം 60% മാർക്കോടെ പാസ്സാർക്ക് അപേക്ഷിക്കാൻ കഴിയും. 29 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. മിനിസ്ട്രി ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും 1 മുതൽ 2 വർഷം വരെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ജൂനിയർ എക്സിക്യൂട്ടീവ് IT ഒരു വേക്കൻസി ഉള്ളത്. BTech IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് 60% മാർക്കോടെ പാസ്സാർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതിലെ 1 വർഷം മുതൽ 2 വർഷം വരെ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് വേക്കൻസി. 29 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും. അടുത്തത് കർണാടകയിലെ കോളാർ ഗോൾഡ് ഫീൽഡ്സിലാണ് അടുത്ത വേക്കൻസികൾ. അവിടെയുള്ള മാനുഫാക്ചറിംഗ് യൂണിറ്റിലാണ്. ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ 23, നേരത്തെ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ആണ്. ജൂനിയർ എക്സിക്യൂട്ടീവ് മെറ്റലർജി 2 വേക്കൻസി. അതുപോലെ ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ ഇത്രയാണ് അവിടെ കോളാർ മെയിൻഫീൽഡ് വേക്കൻസികൾ. ഇനിയും മാനുഫാക്ചറിംഗ് യൂണിറ്റ് മൈസൂരിലേക്കുള്ളതാണ്. ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ 13 വേക്കൻസി. ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ 2 വേക്കൻസി. അത്രയാണ് അവിടെയുള്ള വേക്കൻസി. അടുത്തത് BML മാർക്കറ്റിംഗ് ഓഫീസാണ്. ബംഗളൂരു, ഡൽഹി, പൂനെ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലായിരിക്കും വേക്കൻസികൾ. അവിടെ ബാംഗ്ലൂരിലേക്ക് 2 വേക്കൻസി, അതുപോലെ ഡൽഹിയിലേക്ക് 1 വേക്കൻസി, പൂനെ 1, ഹൈദരാബാദ് 1 എന്നിങ്ങനെയാണ്. അതിലേക്ക് വേണ്ടി യോഗ്യത BE അല്ലെങ്കിൽ BTech ബിരുദം 60% മാർക്കോടെ പാസ്ഡ് ആയിരിക്കണം. മെക്കാനിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളായിരിക്കണം. ഫ്രഷേഴ്സ് ഉള്ളവർക്കും 1 മുതൽ 2 വർഷം വരെ പരിചയമുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. 29 വയസ്സാണ് വരുന്ന പ്രായപരിധി. അടുത്ത ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്ക് ബാംഗ്ലൂർ 1, ഡൽഹി 1, പൂനെ 1 എന്നിങ്ങനെയാണ് വേക്കൻസികൾ ഉള്ളത്. അതിലേക്ക് വേണ്ടത് 60% മാർക്കോടെയുള്ള ഇലക്ട്രിക്കൽ BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഫ്രഷേഴ്സ് ഉള്ളവർക്കും 1 വർഷം 2 വർഷം വരെ പ്രവൃത്തിയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 29 വയസ്സാണ് അവിടെയുള്ള ഉയർന്ന പ്രായപരിധി എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിലേക്കുള്ള വോക്ക് ഇന്റർവ്യൂ നേരത്തെ തന്നെ പറഞ്ഞു. അപ്പോൾ എക്സ്പീരിയൻസ് ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്ക് വോക്ക് ഇന്റർവ്യൂ എല്ലാ സ്ഥലങ്ങളിലും 2025 ഓഗസ്റ്റ് 11 മൺഡേ ആയിരിക്കും. ഇന്ന് രാവിലെ 8 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഓഗസ്റ്റ് 12 ആയിരിക്കും ഇന്റർവ്യൂ. അവരും രാവിലെ 8 മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം. പറഞ്ഞിരിക്കുന്ന വെന്യൂവിൽ റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ പാലക്കാട് കോളാർ ഗോൾഡ് ഫീൽഡ്, മൈസൂര്, ബാംഗ്ലൂര് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് വേക്കൻസികൾ. നമുക്ക് ആദ്യം നോക്കാം. പാലക്കാട്ടേക്കുള്ള വേക്കൻസികളുടെ ഫ്രഷേഴ്സിനായിട്ടുള്ള ഇന്റർവ്യൂ BML പാലക്കാട് കോംപ്ലക്സ്, കിൻഫ്ര വൈസ് പാർക്ക്, മേനോൻ പാരാ റോഡ്, കഞ്ഞിക്കോട് ഈസ്റ്റ്, പാലക്കാട് എന്നുള്ള കഞ്ഞിക്കോടിലാണ്, പാലക്കാടാണ് അതിന്റെ വേക്കൻസി. അപ്പൊ രണ്ടിന്റെ ഇന്റർവ്യൂ. അപ്പം ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്ക് 11 തീയതിയും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് 1 മുതൽ 2 വർഷം വരെ പ്രവൃത്തിയുള്ളവർക്ക് 12 ആയിരിക്കും ഇന്റർവ്യൂ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ KGF കോളാർ ഫീൽഡിലേക്കുള്ളത് വേക്കൻസികളുടെ വെന്യൂ എന്ന് പറഞ്ഞാൽ H&P യൂണിറ്റ്, BML KGF കോംപ്ലക്സ്, BML നഗർ, കോളാർ ഗോൾഡ് ഫീൽഡ് എന്നുള്ളതാണ് അവരുടെ അഡ്രസ്. ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്ക് 11 തീയതിയും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് 12 ഓഗസ്റ്റ് 12 ആയിരിക്കും ഇന്റർവ്യൂ. അടുത്ത മൈസൂർ കോംപ്ലക്സിലേക്കുള്ള ഇന്റർവ്യൂ BML മൈസൂർ കോംപ്ലക്സ്, ബലാവടി പോസ്റ്റ്, മൈസൂർ എന്നുള്ള അഡ്രസ്സിലാണ്. ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്ക് ഓഗസ്റ്റ് 11 തീയതിയും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് ഓഗസ്റ്റ് 12 ആയിരിക്കും ഇന്റർവ്യൂ. ജൂനിയർ എക്സിക്യൂട്ടീവ് അതായത് BML മൈസൂർ കോംപ്ലക്സിലായിരിക്കും ഇന്റർവ്യൂ നടക്കുക. ബാംഗ്ലൂർ, ഡൽഹി, ഹൈദരാബാദ്, പൂനെ എന്നിങ്ങനെയായിരിക്കും വേക്കൻസികൾ. പക്ഷേ ഇന്റർവ്യൂ നടക്കുന്നത് മൈസൂരിലെ കോംപ്ലക്സിലായിരിക്കും. ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്ക് 11 തീയതിയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഓഗസ്റ്റ് 12 ആയിരിക്കും ഇന്റർവ്യൂ എന്ന കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കാം. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, വോക്ക് ഇന്റർവ്യൂ ആയിരിക്കും നടക്കുക. അതുപോലെ ഷിഫ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കണം അപ്ലൈ ചെയ്യേണ്ടെന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. മറ്റ് കണ്ടീഷൻസ് പറയുന്നത് സാലറിയെ കുറിച്ച് പറയുന്നത് ഒന്നാമത്തെ വർഷം 4 വർഷത്തേക്കായിരിക്കും നിയമനം ലഭിക്കുക. ഒന്നാമത്തെ വർഷം 35,000 രൂപയും, രണ്ടാമത്തെ വർഷം 37,500 രൂപയും, മൂന്നാമത്തെ വർഷം 40,000 രൂപ, നാലാമത്തെ വർഷം 43,000 രൂപയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക.
വോക്ക് ഇന്റർവ്യൂ ഡേറ്റിൽ അടിസ്ഥാനമായി ആ ഡേറ്റിൽ തന്നെ ആയിരിക്കും പ്രായം പറഞ്ഞിട്ടുള്ളത്. 29 വയസ്സ് തികയുന്നവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. എന്നാൽ SC/ST-കാരാണ് 5 വർഷവും, OBC നോൺ ക്രിമിനൽ ആയിട്ടുള്ളവർക്ക് 3 വർഷവും, ഡിസബിലിറ്റിയുള്ളവർക്ക് 10 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതിലേക്ക് നിങ്ങൾ നേരത്തെ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓഗസ്റ്റ് 9 മുമ്പ് രജിസ്റ്റർ ചെയ്യണം. https:/recruitment.bmlindia.in എന്ന സൈറ്റിൽ നിങ്ങൾ ഓഗസ്റ്റ് 9 മുമ്പ് രജിസ്റ്റർ ചെയ്യണം. ഒരു പൊസിഷനിലും അപ്ലൈ ഓൺലൈൻ ഫോർ 1 പൊസിഷൻ, ഒരു പൊസിഷൻ മാത്രമേ നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് കഴിയുള്ളൂ എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഓഗസ്റ്റ് 9 മുമ്പ് നമ്മൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് അത് ഇന്റർവ്യൂ ചെല്ലുമ്പോൾ, വോക്ക് ഇന്റർവ്യൂ ചെല്ലുമ്പോൾ അതുകൂടെ ഹാജരാക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. വോക്ക് ഇന്റർവ്യൂ ചെല്ലുമ്പോൾ പ്രത്യേകം കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ BML നമ്മൾ ഓൺലൈൻ ഫില്ല് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫോം, അതിൻ്റെ പ്രിന്റ് ഔട്ട് അത് കൊണ്ടുചെല്ലണം. അത് കഴിഞ്ഞ് ഐഡന്റിറ്റി കാർഡ് ഏതെങ്കിലും ഫോട്ടോ പതിച്ച് ഗവൺമെന്റ് നൽകുന്ന ഐഡന്റിറ്റി കാർഡ്, 10ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ്, ജാതി വേണ്ടവർക്ക് ആനുകൂല്യം വേണ്ട അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ്, BA അല്ലെങ്കിൽ BTEC മാർക്ക് ലിസ്റ്റും അതിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ pkd.rctt@bmlltd.in എന്ന ഇമെയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പറ്റും. താല്പര്യമുള്ളവർ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. ഓഗസ്റ്റ് 11, 12 തീയതിയിലായിരിക്കും ഇന്റർവ്യൂ നടത്തുക. വെന്യൂ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞപ്പം നേരിട്ട് ഹാജരായി പങ്കെടുക്കുക. ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കുന്ന ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.